ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ സ്ത്രീക്ക് പരിക്കേറ്റു. നീലേശ്വരം സ്വദേശി അനിതയുടെ മുഖത്താണ് പരിക്കേറ്റത്. മംഗളൂരുവിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. രതീഷ് വാസ്തവൻ വിവരങ്ങളുമായിട്ട് അവിടെ നിന്ന് ചേരുന്നു. രതീഷ്, അവരുടെ പരിക്ക് ഗൗരവതരമാണോ? സനീഷ്, ഇന്നലെ ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു കല്ലേറുണ്ടായത്. എന്തായാലും ഇവർ ട്രെയിനിൻ്റെ ജനലിന് അരികിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൂച്ചക്കാട് ഭാഗത്തു നിന്നാണ് ഈ കല്ലേറുണ്ടായത്. ഈ കല്ല് പതിച്ച് അവർ കണ്ണട വെച്ചുകൊണ്ടായിരുന്നു കൊണ്ട് തന്നെ നേരിട്ട് കണ്ണിന് പതിച്ചില്ല. പക്ഷേ കണ്ണട തകർന്നു, മുഖത്ത് പരിക്കേറ്റു. സാരമായ പരിക്കല്ല, പക്ഷേ ആശങ്കപ്പെടുത്തുന്നതാണ് ഇത്തരത്തിൽ കല്ലേറ് എന്നതാണ് റെയിൽവേ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, പൂച്ചക്കാട് ഭാഗത്തു നിന്ന് മുമ്പ് ഇത്തരത്തിൽ കല്ലേറുണ്ടായിരുന്നു. അത് പരിശോധനയിൽ അത് കുട്ടികളാണ് കല്ലെറിഞ്ഞെന്ന് പറയും. ആ പ്രദേശത്ത് ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ കല്ലെറിഞ്ഞത് മറ്റൊരാളാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. സമീപത്ത് കിട്ടിയ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അത്തരം അന്വേഷണത്തിലാണ് പോലീസ്. ഇപ്പോൾ ഗൗരവമായി തന്നെയാണ് ഇത്തരത്തിൽ കല്ലേറിനെ കാണുന്നതെന്ന് കാഞ്ഞങ്ങാടിലെ ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ള CI പോലീസിന് RPFൻ്റെ CI പറഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മധ്യവയസ്കയുടെ പരിക്ക് സാരമുള്ളതല്ല.